അസ്സലാമലൈക്കും. ഇത്താത്തയാണേ. നമുക്കിടയിൽ ചില ആളുകളുണ്ട് കേട്ടോ, സാമ്പത്തികമായിട്ടൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷെ മുഷിഞ്ഞതും കീറിയതുമായ വസ്ത്രമേ ധരിക്കുള്ളൂ. അത് ചിലപ്പോൾ അവരുടെ പിശുക്ക് കാരണമായിരിക്കാം, മറ്റുള്ളവർക്ക് നൽകാനുള്ള മടി, പിശുക്ക്, അങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങളായിരിക്കും. പക്ഷേ ഈ ഒരു ചരിത്രം ഒന്ന് കേട്ടു നോക്കുക. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ വന്നുട്ടാ. കീറിയ വസ്ത്രമാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, താങ്കൾ ഏറെ പ്രയാസത്തിലാണോ, സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണോ എന്ന്. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് ഇത്ര ഒട്ടകങ്ങൾ, ആടുകള്, സാമ്പത്തികമായുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. അള്ളാഹു താങ്കൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക്, നിഅമത്തുകൾക്ക് നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് പോലെ തന്നെ നല്ല രീതിയിലുള്ള വസ്ത്രധാരണം അത് പിന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. കാരണം നമ്മൾ പിശുക്ക് കാണിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു വസ്ത്രധാരണ കൊണ്ട് അഹങ്കാരം കാണിക്കുകയോ പെരുമ നടിക്കുകയോ ചെയ്യാതെ നല്ല രീതിയിലുള്ള ഒരു വസ്ത്രധാരണ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വൃത്തി എന്നുള്ള റബ്ബ് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് റബ്ബ് സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട രീതിയിലുള്ള ജീവിതം തന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ടും നമ്മൾ ആ വസ്ത്രധാരണ കീറിയതും മുഷിഞ്ഞതുമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നത് തെറ്റാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ ഉപദേശം അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനോട് അനുഗ്രഹങ്ങൾക്ക് അൽഹംദുലില്ലാഹ് പറയുകയും നല്ല രീതിയിൽ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നടക്കുകയും ചെയ്യുക എന്നുള്ളതാണ്.